ICC T20 ലോകകപ്പിന് വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തങ്ങളുടെ പടയൊരുക്കം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജനുവരി 21-ന് നാഗ്പൂരിൽ ആരംഭിക്കുന്ന ന്യൂസിലൻഡിനെതിരെയുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പര വെറും ഒരു ഉഭയകക്ഷി പരമ്പരയല്ല, മറിച്ച് ലോകകപ്പിനുള്ള അന്തിമ ടീമിനെ കണ്ടെത്താനുള്ള ഒരു പരീക്ഷണശാലയാണ്. പരിക്കുകളും ഫോമില്ലായ്മയും ടീം സെലക്ഷനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പുതിയ ചില തന്ത്രങ്ങളുമായാണ് സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുന്നത്. മലയാളി താരം സഞ്ജു സാംസനെ സംബന്ധിച്ച് ഈ പരമ്പര അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒന്നായിരിക്കും. ടീമിലെ വൈസ് ക്യാപ്റ്റനായി ഗില്ലിനെ മാറ്റിവെച്ച് സഞ്ജുവിനെ ഓപ്പണിംഗിലേക്ക് തിരികെ വിളിക്കാനുള്ള തീരുമാനം ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടാണ് ക്രിക്കറ്റ് നിരീക്ഷകർ കാണുന്നത്. T20 ക്രിക്കറ്റിന്റെ പവർ പ്ലേ ഓവറുകളിൽ ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവിനെ പ്രയോജനപ്പെടുത്താനാണ് ടീം ലക്ഷ്യമിടുന്നത്. ലോക 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ചേരുമ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഓപ്പണിംഗ് ജോഡികളായി മാറും. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഗില്ലിനെ പുറത്തിരുത്തുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും T20 ടീമിന് വേണ്ടത് അതിവേഗത്തിലുള്ള തുടക്കമാണെന്ന ചിന്താഗതിയാണ് സഞ്ജുവിന് തുണയായത്. ഈ പരമ്പരയിൽ തിളങ്ങാൻ കഴിഞ്ഞാൽ ലോകകപ്പിൽ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പായിരിക്കും. പരിക്കേറ്റ തിലക് വർമ്മയ്ക്ക് പകരക്കാരനായി ടീമിലെത്തിയ ശ്രേയസ് അയ്യർക്ക് ഇത് വീണ്ടും ലഭിച്ച നിയോഗമാണ്. T20 ഫോർമാറ്റിൽ നിന്ന് ഒരു പരിധിവരെ അകന്നു നിന്ന ശ്രേയസിന് തന്റെ അനുഭവ സമ്പത്ത് തെളിയിക്കാനുള്ള അവസരമാണിത്. ടോപ്പ് ഓർഡറിൽ പക്വതയോടെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ അഭാവം ഇന്ത്യക്കുണ്ട്. 4-ാം നമ്പറിൽ ശ്രേയസ് എത്തുന്നതോടെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനാകും. അവസാന ഓവറുകളിൽ തകർത്തടിക്കാനും ഇന്ത്യക്ക് സാധിക്കും. തിലക് വർമ്മ പുറത്തായപ്പോൾ ആ സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിക്കപ്പെട്ടിരുന്നത് ഇഷാൻ കിഷനെയായിരുന്നു. എന്നാൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നതിലുപരി ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ ടീം ആവശ്യപ്പെട്ടതോടെ ശ്രേയസിന് നറുക്കു വീണു. ഇത് ഇഷാൻ കിഷന്റെ ലോകകപ്പ് മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. ലോകകപ്പിന് തൊട്ടു മുമ്പ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ ഫോം ടീമിന് ചെറിയ ആശങ്ക നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ വലിയ സ്കോറുകൾ കണ്ടെത്താൻ സൂര്യക്ക് സാധിച്ചിട്ടില്ല. സാധാരണയായി 4-ാം നമ്പറിൽ കളിക്കാറുള്ള സൂര്യകുമാർ 3-ാം നമ്പറിലേക്ക് മാറുന്നത് കൂടുതൽ പന്തുകൾ നേരിടാനും ബാറ്റിംഗിലെ താളം വീണ്ടെടുക്കാനുമാണ്. നാഗ്പൂരിലെ ആദ്യ മത്സരത്തിൽ സൂര്യയ്ക്കും ഒരു മികച്ച ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചാൽ അത് ടീമിന് നൽകുന്ന ഊർജ്ജം ചെറുതാവില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ 5ഉം 6ഉം 7ഉം സ്ഥാനങ്ങൾ ഓൾറൗണ്ടർമാർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇടക്കൈൻ ബാറ്റർ എന്ന നിലയിലും മീഡിയം പേസർ എന്ന നിലയിലും ദുബൈയുടെ സാന്നിധ്യം ടീമിന് ബാലൻസ് നൽകുന്നു. പ്രത്യേകിച്ച് സ്പിന്നർമാരെ നേരിടുന്നതിൽ ദുബൈ കാണിക്കുന്ന മികവ് ന്യൂസിലൻഡിനെതിരെ ഗുണകരമാകും. ടീമിലെ എക്സ് ഫാക്ടർ ഹർത്തിക് തന്നെയാണ്. 6-ാം നമ്പറിൽ ഫിനിഷറുടെ റോളും 4-ാം ബൗളറുടെ റോളും ഹർത്തിക്കിൽ ഭദ്രമാണ്. ടീമിൽ 7 ബാറ്റിംഗ് ഓപ്ഷനുകൾ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ഫിനിഷറായ റിങ്കു സിംഗിനെ ബെഞ്ചിൽ ഇരുത്തേണ്ടി വരുന്നു എന്നത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. അക്ഷർ പട്ടേലിനെ 7-ാം നമ്പറിൽ കളിപ്പിക്കുന്നതിലൂടെ ബൗളിംഗിൽ ഒരു സ്പിൻ ഓപ്ഷൻ കൂടി അധികമായി ലഭിക്കുന്നു എന്നതാണ് റിങ്കുവിന് തിരിച്ചടിയായത്. ബൗളിംഗിൽ നിരയിൽ ഇന്ത്യയുടെ കരുത്ത് ജസ്പ്രീത് ബുംറ തന്നെയാണ്. ബുംറയ്ക്കൊപ്പം അർഷ്ദീപ് സിംഗ് കൂടി ചേരുമ്പോൾ ഡെത്ത് ഓവറുകളിൽ ഇന്ത്യ സുരക്ഷിതമാണ്. കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഒരുമിച്ച് കളിക്കുന്നു എന്നതാണ് ഈ പരമ്പരയുടെ മറ്റൊരു പ്രത്യേകത. വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി സ്പിന്നും കുൽദീപിന്റെ ചൈനാമാൻ ബൗളിംഗും കീവ്സ് ബാറ്റർമാരെ കുഴപ്പിക്കാൻ പര്യാപ്തമാണ്. പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ബിഷ്ണോയി കൂടി ടീമിൽ എത്തിയതോടെ ഇന്ത്യയുടെ സ്പിൻ കരുത്ത് വർദ്ധിച്ചു. ന്യൂസിലൻഡിനെതിരെയുള്ള ഈ പരമ്പര ഇന്ത്യയുടെ T20 ലോകകപ്പ് പ്ലാനുകളുടെ ഒരു ഡ്രസ് റിഹേഴ്സലാണ്. സഞ്ജു സാംസണിന്റെ ഓപ്പണിംഗ് പ്രകടനം, ശ്രേയസ് അയ്യരുടെ തിരിച്ചുവരവ്, സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസി എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടും. നാഗ്പൂരിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു ആധികാരിക വിജയം നേടാൻ കഴിഞ്ഞാൽ അത് ലോകകപ്പിനുള്ള ടീമിന് വലിയൊരു ആത്മവിശ്വാസം നൽകും. പുതിയ മാറ്റങ്ങൾ മാസ്റ്റർ സ്ട്രോക്കുകളായി മാറുമോ അതോ പാളിച്ചകൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന നിലയിലുള്ള ഒരു പോരാട്ടമാണ്.